ഫ്രഷ് കട്ട് സമരവുമായി ബന്ധപ്പെട്ട മഞ്ചേരി സ്വദേശിയുടെ അറസ്റ്റിൽ വലിയ വിവാദം. സമരസമിതിയുമായി ബന്ധമില്ലാത്ത വ്യക്തിയാണ് പിടിയിലായതെന്നാണ് ചെയർമാൻ ബാബു പറയുന്നത്. ഫ്രഷ് കട്ട് ഉടമകൾ ഇറക്കിയ സംഘത്തിലെ ആളാകാം പിടിയിലായത്. പോലീസ് സമഗ്രമായ അന്വേഷണം നടത്തണമെന്നും സമരസമിതി ആവശ്യപ്പെടുന്നു. മഞ്ചേരിയിൽ നിന്ന് ഒരാള് അവിടെ എത്തി. ഞങ്ങൾക്കാർക്കും പരിചയമുള്ള ആളല്ല. സമരസമിതിയിൽ അങ്ങനത്തെ ഒരാളുമില്ല. പ്രദേശവാസികൾ മാത്രമാണുള്ളത്. ഞങ്ങൾ ആരോപിക്കുന്നത് ഇത് തന്നെയാണ്. 48ഓളം റെൻഡറിംഗ് പ്ലാന്റ് സംസ്ഥാനത്തുള്ളതിന്റെ ചെയർമാനാണ് ഇതിന്റെ ഓണർ യൂജിൻ. അപ്പോ ഇവർക്ക് പല സ്ഥലത്തും പ്ലാന്റുകളുണ്ട്. സമരം പൊളിക്കാൻ വേണ്ടി ഇവര് ഇറക്കിയ ആളുകളാണെന്നാണ് ഞങ്ങളുടെ സംശയം. 4 വണ്ടികൾ അവിടെ കത്തി നശിച്ചതെന്ന് പറഞ്ഞു. ഈ 4 വണ്ടികളും ഗതാഗത യോഗ്യമല്ലാത്ത ടയറും അതുപോലെ തന്നെ റോട്ടിൽ ഇറക്കാൻ പറ്റാത്ത വണ്ടികളാണ് അവിടെ കത്തി നശിച്ചത്. 72 മണിക്കൂറുകൾ കൊണ്ട് ഒരു പ്ലാന്റ് പുനഃസ്ഥാപിക്കുക എന്ന് പറഞ്ഞു. 6 കോടി നഷ്ടമുള്ള ഇവര് പെട്ടെന്ന് തന്നെ പ്ലാന്റ് പുനഃസ്ഥാപിക്കാൻ ഇവര് ഉണ്ടാക്കിയ ഒരു അക്രമമാണ് എന്നുള്ളതിന്റെ തെളിവാണിത്. പോലീസ് സമഗ്രമായ അന്വേഷണം നടത്തി ഈ മഞ്ചേരി സ്വദേശിയെ അവന്റെ എല്ലാ കാര്യങ്ങളും പോലീസ് എടുത്തുകൊണ്ട് ഇത് വെളിച്ചത്തെ കൊണ്ടുവരണം. അതാണ് സമരസമിതിയുടെ ആവശ്യം. ദൃശ്യ പുതിയടത്ത വിശദാംശങ്ങളുമായി ചേരുന്നു കോഴിക്കോട്ട് നിന്ന്. ദൃശ്യ, ഗുഡ് മോർണിംഗ്. ദൃശ്യ, ഇപ്പോൾ ബാബു കുടുക്കിൽ ഗുരുതരമായ ഒരു ആരോപണം ഉന്നയിക്കുകയാണ്. ഈ സമരം അട്ടിമറിക്കാൻ അല്ലെങ്കിൽ സമരം മറ്റൊരു വഴിയിലേക്ക് കൊണ്ടുപോകാൻ ബോധപൂർവമായ ഒരു നീക്കം നടന്നു. മഞ്ചേരിയിൽ നിന്ന് ദുരൂഹമായ ഒരു ഇടപെടൽ ഉണ്ടായി. അങ്ങനെ ഒരു വ്യക്തി അവിടെ എങ്ങനെ വന്നു എന്നതാണ് ബാബു ചോദിക്കുന്നത്. അപ്പോൾ ഇത് സംബന്ധിച്ച് എന്തെല്ലാം സംശയങ്ങളാണ് നിലവിൽ സമരസമിതിക്കുള്ളത്? ഇദ്ദേഹം എത്തിയതായുള്ള അല്ലെങ്കിൽ ഇദ്ദേഹത്തിനെ എന്തിന് അറസ്റ്റ് ചെയ്തു എന്ന തരത്തിൽ പോലീസ് എന്തെങ്കിലും ഒരു വ്യക്തത വരുത്തുന്നുണ്ടോ? സൈഫു, അമൃത, ഈ പറഞ്ഞതുപോലെ തുടക്കം മുതൽ തന്നെ ഈ പുറത്തു നിന്നുള്ള ഇടപെടൽ ഈ സമരത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതാണ് അക്രമത്തിലേക്ക് പോയത് എന്നുള്ള കാര്യം സമരസമിതിയും ഫ്രഷ് കട്ടിന്റെ ഉടമകളും തുടക്കം മുതൽ തന്നെ ഉന്നയിക്കുന്ന കാര്യമാണ്. അതിലാണിപ്പോൾ ഒരു സംശയ മുനയിലേക്ക് നിർത്തുന്ന തരത്തിൽ ഒരു എടപ്പാൾ സ്വദേശിയായ സൈഫുള്ള പിടിയിലായിരിക്കുന്നത്. മഞ്ചേരി സ്വദേശിയായ സൈഫുള്ള പിടിയിലായിരിക്കുന്നത്. ഇയാളെ എടപ്പാളിൽ നിന്നാണ് പിടികൂടിയിട്ടുള്ളത്. ഇത് തുടക്കം മുതൽ തന്നെ പുറത്തു നിന്നുള്ള ഇടപെടൽ ഉണ്ടായിട്ടുണ്ട് എന്ന് തുടക്കം മുതൽ തന്നെ ഉന്നയിക്കുന്ന കാര്യമാണ്. പക്ഷെ അത് ഏത് ഭാഗത്ത് നിന്നാണ് ഈ പുറത്തു നിന്ന് ആളുകളെ ഇറക്കിയത് എന്നുള്ള കാര്യത്തിലാണ് ഇനി കൂടുതൽ വ്യക്തത വരേണ്ടത്. അല്ലെങ്കിൽ ഈ മഞ്ചേരി സ്വദേശിക്ക് എന്താണ് ഇതിൽ ഈ ഒരു സമരത്തിൽ ഈ ഇടപെടാനുള്ള കാരണം എന്ന കാര്യത്തിൽ പോലീസിന് കൂടുതൽ വ്യക്തത വരേണ്ടതുണ്ട്. അതിന് കൂടുതൽ ചോദ്യം ചെയ്യലിലേക്ക് പോലീസ് കടക്കേണ്ടതുണ്ട്. ഇനിയും ഇത്തരത്തിൽ പുറത്തു നിന്നുള്ള ആളുകൾ സമരത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങൾ കൂടി കൂടുതൽ വ്യക്തത വരേണ്ടതുണ്ട്. എന്തായാലും ഇപ്പോൾ ഈ സമരസമിതി ഉന്നയിക്കുന്നത് ഇത് ഫ്രഷ് കട്ടിന്റെ ഉടമകൾ ഇറക്കിയ ആളുകളാണ്. അവർക്ക് പുറത്തും ഇത്തരത്തിൽ ഒരുപാട് പ്ലാന്റുകളുണ്ട്. അവിടെ നിന്നുമൊക്കെ ഇറക്കിയ ആളുകളാണ്. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ 5 കോടിയോളം നഷ്ടമുണ്ടായി എന്ന് പറയുന്ന ഉടമകൾ 72 മണിക്കൂറിനകം പ്ലാന്റ് തുറന്ന് പ്രവർത്തിക്കുമെന്ന് പറയുന്നു. പിന്നീട് സമരസമിതി ഉന്നയിക്കുന്നത് ഇത്തരത്തിൽ ഉപയോഗശൂന്യമായ കുറച്ച് വാഹനങ്ങളാണ് അവിടെ കത്തി നശിച്ചിട്ടുള്ളത്. ഇതൊക്കെ സമരസമിതിയുടെ ആളുകൾ ചെയ്ത കാര്യങ്ങളാണെന്ന് തുടക്കം മുതൽ തന്നെ ഉന്നയിക്കുന്നുണ്ട്. അതേ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ഇപ്പോഴും സമരസമിതി. ഇത് ഫ്രഷ് കട്ടിന്റെ ഉടമകൾ തന്നെ ഇറക്കിയ ആളുകളാണ് ഇത്തരത്തിൽ ഈ ചെയ്യുന്നത്. അതിലൊരാളാണ് ഇപ്പോൾ പിടിയിലായിട്ടുള്ളത്. അതിൽ പോലീസ് സമഗ്രമായ ഇടപെടൽ നടത്തണം, അന്വേഷണം നടത്തണം തുടങ്ങിയ കാര്യങ്ങളാണ് സമരസമിതി ആവശ്യപ്പെടുന്നത്. എന്തായാലും ഈ തുടക്കം മുതൽ തന്നെ പറയുന്ന കാര്യത്തിൽ ഇനിയും ഒരു സംശയത്തിലേക്ക് പോകുന്ന തരത്തിലേക്ക് ഈ നാട്ടുകാരനല്ലാത്ത ഒരാളെ പിടികൂടിയിരിക്കുന്നു. ഇതിൽ കൂടുതൽ ആളുകൾ ഉൾപ്പെട്ടിട്ടുണ്ട് തുടങ്ങിയ കാര്യങ്ങൾ ഇനി കൂടുതൽ വ്യക്തതകൾ വരേണ്ടതുണ്ട്. എന്തായാലും 351 കേസാണ് ഇതുവരെ ഇതിൽ പ്രതികളാക്കി രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. 351 പേർക്കെതിരെയാണ് കേസ് എടുത്തിട്ടുള്ളത്. ഇത് 321 പേർ പോലീസിനെ ആക്രമിച്ചതിലും മറ്റു 30 ആളുകളെ ഈ ഫ്രഷ് കട്ടിന്റെ പ്ലാന്റ് കത്തിച്ചതിലും അടക്കമാണ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഇതിൽ ഈ കഴിഞ്ഞ ദിവസം പിടിയിലായ മഞ്ചേരി സ്വദേശി സൈഫുള്ള അടക്കം 5 പേരാണ് ഇതുവരെ പോലീസിന്റെ കസ്റ്റഡിയിലുള്ളത്. അവരെ കൂടുതൽ ചോദ്യം ചെയ്യുകയാണ് പോലീസ്. ഇതിന് ശേഷം മാത്രമേ ഇവർ എന്താണ് ഈ ഒരു സമരത്തിന് പിന്നിൽ ഈ പുറത്ത് നിന്ന് വരുന്ന ആളുകൾക്ക് എന്താണ് ഉദ്ദേശം തുടങ്ങിയ കാര്യങ്ങളൊക്കെ കൂടുതൽ വ്യക്തത വരണമെങ്കിൽ പോലീസിന്റെ ചോദ്യം ചെയ്യലിലൂടെ മാത്രമേ സാധിക്കുകയുള്ളൂ. സൈഫു, അമൃത. ദൃശ്യ പുതിയടത്താണ് വിവരങ്ങൾ നൽകിയത്. സൈഫു, ഇതിപ്പോ